പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSCയുടെ റദ്ദാക്കൽ തിരുത്തൽ പരമ്പര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. LGS ആദ്യഘട്ട പരീക്ഷയിലെ 5 ചോദ്യം റദ്ദാക്കി, ഒരു ഉത്തരം തിരുത്തി. 5 ചോദ്യമാണ് റദ്ദാക്കിയത് കേട്ടോ. 5 ചോദ്യം റദ്ദാക്കി, ഒരു ഉത്തരം തിരുത്തി. ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് ആദ്യഘട്ട പരീക്ഷയിൽ നിന്ന് 5 ചോദ്യങ്ങൾ PSC റദ്ദാക്കി, ഒരു ഉത്തരം തിരുത്തുകയും ചെയ്തു. 95 മാർക്കിന് മൂല്യനിർണ്ണയം ആരംഭിച്ചു. നവംബർ 2-ന് കൊല്ലം, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലേക്കുള്ള അപേക്ഷകർക്കായിരുന്നു ആദ്യഘട്ട പരീക്ഷ. 4 ജില്ലകളിലേക്കായി 81,193 പേരാണ് പരീക്ഷ എഴുതാൻ ഉറപ്പു നൽകിയത്. ഇവരിൽ 53,965 പേർ പരീക്ഷ എഴുതി. റദ്ദാക്കിയ ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. മൂലധനം മുഖവുര എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ആ ചോദ്യം റദ്ദാക്കി. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആ ചോദ്യം റദ്ദാക്കി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠന വിധേയമാക്കിയത്? ആ ചോദ്യം റദ്ദാക്കി. 4-മത്തത് മുഹമ്മദ് യൂനസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത്? അതും റദ്ദാക്കി. ഇനി 5-മത്തത് തിരുവല്ല പപ്പൻ എന്നറിയപ്പെട്ടിരുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക്സ് കായിക ഇനത്തിലാണ് മത്സരിച്ചത്? ഈ 5 ചോദ്യങ്ങളാണ് റദ്ദാക്കിയത്. തിരുത്തിയ ഉത്തരം ഏതാന്ന് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ ഓപ്ഷൻ എ എന്നാണ് പ്രാഥമിക സൂചികയിൽ നൽകിയത്. ഇവയൊന്നുമല്ല എന്ന ഓപ്ഷൻ ഡി ആണ് ശരിയെന്ന് അന്തിമ സൂചികയിൽ തിരുത്തി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി കേട്ടോ. മാർക്കറ്റിംഗ് ഓർഗനൈസർ 3 ചോദ്യം റദ്ദാക്കി. മിൽമയിൽ മാർക്കറ്റിംഗ് ഓർഗനൈസർ നിയമനത്തിനുള്ള മുഖ്യ പരീക്ഷയിൽ നിന്ന് 3 ചോദ്യം റദ്ദാക്കുകയും 2 ഉത്തരം തിരുത്തുകയും ചെയ്തു. നവംബർ 5-നായിരുന്നു പരീക്ഷ. 97 മാർക്കിന് മൂല്യനിർണ്ണയം നടത്താൻ PSC നിർദ്ദേശിച്ചു. റദ്ദാക്കിയ ചോദ്യങ്ങൾ ഏതാണെന്ന് നോക്കാം. 1-മത്തെ ചോദ്യം ഡിലീറ്റായ 1-മത്തെ ചോദ്യം. കേരളത്തെ സംബന്ധിച്ച് ശരിയായത് ഏത്? അതിൻ്റെ ഓപ്ഷൻ കൊടുത്തേക്കണ ഡിസ്ക്രിപ്ഷൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റായി. 2005-ലെ വിവരാവകാശ നിയമപ്രകാരം കേരള വനിതാ കമ്മീഷനിലെ അപ്പലേറ്റ് അതോറിറ്റി ആരാണ്? ഇനി 3-മത്തത് യൂണിവേഴ്സൽ ഗ്യാസ് സ്ഥിരാങ്കത്തിൻ്റെ യൂണിറ്റ് ഏത്? ഈ 3 ക്വസ്റ്റ്യൻസും ആണ് ഡിലീറ്റ് ചെയ്തത്. തിരുത്തിയ ഉത്തരം 1-മത്തത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ 26/8/2010 മുതൽ നിലവിൽ വന്നു. രജിസ്ട്രാർ ട്രിബ്യൂണലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ കാര്യങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത് ചെയർമാനാണ്. രജിസ്ട്രാറെ സഹായിക്കാൻ 3 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരുണ്ട്. എന്നിവയിൽ ഏതാണ് ശരിയായത് എന്ന ചോദ്യത്തിന് ആദ്യ 3 പ്രസ്താവനകൾ മാത്രമെന്നതാണ് ശരി. ഓപ്ഷൻ ബി ആണ് ശരി. പ്രാഥമിക സൂചികയിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നാണ് തന്നത്. ഇനി 2-മത്തത് വായന ദിനം എന്നീ പദങ്ങൾ ക്രമമനുസരിച്ച് വിശേഷണ വിശേഷ്യങ്ങളായി സന്ധി ചെയ്യുമ്പോൾ വ്യാകരണ നിയമപ്രകാരം ശരിയായ രൂപമായി വായന ദിനം ഓപ്ഷൻ എ എന്ന് അന്തിമ സൂചികയിൽ തിരുത്തി. അപ്പോൾ വായന ദിനം ഓപ്ഷൻ എ ആണ് പുതിയ തിരുത്തിയ ഉത്തരം. പ്രാഥമിക സൂചികയിൽ ഇത് വായന ദിനം അതായത് ഇതാക്കി ഇരട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ വായന ദിനം ഓപ്ഷൻ സി എന്നാണ് നൽകിയിരുന്നത്. അടുത്തത് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ 4 ചോദ്യം റദ്ദാക്കി, 4 ഉത്തരം തിരുത്തി. ടൂറിസം വകുപ്പിൽ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ പരീക്ഷയിൽ 4 ചോദ്യം റദ്ദാക്കുകയും 4 ഉത്തരം തിരുത്തുകയും ചെയ്തു.
ഒക്ടോബർ 28-നാണ് പരീക്ഷ നടത്തിയത്. 96 മാർക്കിന് മൂല്യനിർണ്ണയം തുടങ്ങി. റദ്ദാക്കിയ ചോദ്യങ്ങൾ: വിച്ച് ഈസ് നോട്ട് എ കോമൺ മെത്തേഡ് ഫോർ മെഷറിംഗ് ടൂറിസം ക്യാരിയിങ് കപ്പാസിറ്റി? രണ്ടാമത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റീസ് ഡസ് നോട്ട് എക്സ്പീരിയൻസ് ഡേ ലൈറ്റ് സേവിംഗ് ടൈം? മൂന്നാമത്തത്, വൺ ഹോൺഡ് റെനോസ് ആർ protected in which of the following two national parks? നാലാമത്തത്, which of the following statements are true false with the Dravidian practices of ancient Kerala? ഇതിനു പുറമെ പ്രാഥമിക ഉത്തര സൂചികയിൽ നൽകിയ 4 ചോദ്യങ്ങളുടെ ഉത്തരം തിരുത്തിയിട്ടുണ്ട്. തിരുത്തിയത് ഏതാണെന്ന് ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.